നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തു. തന്ത്രി കണ്ടേരു രാജീവിനെ അറസ്റ്റ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. PC ജോർജിനെ അറസ്റ്റ് ചെയ്തു. മോൻസൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്തു. മഞ്ചേശ്വരം മുൻ MLA അറസ്റ്റ് ചെയ്തു. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു. ഇതൊന്നും ഒരു സംരക്ഷണവും എത്ര വലിയവനായിരുന്നാലും എത്ര സ്വാധീനമുള്ള വ്യക്തിയായിരുന്നാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംരക്ഷണം കിട്ടില്ല എന്നുള്ള തെളിവായിരുന്നു ഈ 9.5 വർഷക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും പിണറായി വിജയൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും സമൂഹത്തിൽ സ്വാധീനവും അതുപോലെ തന്നെ ബന്ധവുമുള്ള വ്യക്തികൾ ഉണ്ടായിട്ട് പോലും അത് അവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മറ്റു സംസ്ഥാനത്ത് ഇതേ രൂപത്തിലുള്ള നടപടികൾ ഒരു മുഖ്യമന്ത്രി സ്വീകരിച്ചായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ? അതൊരു വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ റെക്കോർഡാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കേരളം മാതൃകയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ ആര് ചെയ്തു കഴിഞ്ഞാലും ഏത് വമ്പൻ ചെയ്തു കഴിഞ്ഞാലും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ആൾ കുറ്റവാളിയാണെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന നിഷ്പക്ഷമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് കേരളത്തിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് പറയുന്നതല്ലല്ലോ. ഇതെല്ലാം നടന്ന സംഭവങ്ങളാണല്ലോ. നടന്ന സംഭവങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒട്ടും മറന്നിട്ടില്ലല്ലോ. അത് വീണ്ടും ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കോൺഗ്രസിൻ്റെ ഉന്നതങ്ങളിലുള്ള ആൾക്കാരും ഉന്നതങ്ങളിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ നയപരമായി തീരുമാനിക്കേണ്ട സംഘടനപരമായി തീരുമാനിക്കേണ്ട ആൾക്കാരും രാഹുൽ മാങ്കൂട്ടവുമായി ഉള്ള ഒരു കൂട്ടുകച്ചവടമാണ്. കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പരസ്പര ധാരണയാണ്. അല്ലെങ്കിൽ പിന്നെ രാജീവ് നടപടി ഈ പറഞ്ഞതുപോലെ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞു. എന്ത് നടപടിയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്ന് മാത്രമല്ല, നടപടി സ്വീകരിച്ചാലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് MLS രാജിവെക്കാതിരിക്കുമോ? അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വ്യക്തിപരമായ കാര്യമാണെന്ന് കണ്ടാൽ തന്നെയും ഇത് കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ്. ഈ സ്ഥാനമാനങ്ങളിൽ ഇരുന്നുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്തത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. യുവതിയുടെ കയ്യിൽ കിടന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്ത കേസിൽ യുവതിയുടെ കയ്യിൽ കിടന്ന ആഡംബര വാച്ച് ഊരി വാങ്ങി, ആഡംബര ഷൂസ് ഊരി വാങ്ങി, ആഡംബര ഫ്ലാറ്റ് വാങ്ങി നൽകുവാൻ നിർബന്ധിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള എത്ര ഭീകരമാണ്, എത്ര പൈശാചികമാണ്, എത്ര മനുഷ്യത്വരഹിതമാണ്, എത്ര അഹങ്കാരത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരുടെ പിൻബലത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്തരം അഹങ്കാരത്തോടു കൂടി എല്ലാവരെയും നിയമത്തെ വെല്ലുവിളിക്കുന്നു, ഒരു ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം നടത്തുന്നതിന് ആരുടെ പിന്തുണയാണുള്ളത്? കോൺഗ്രസിൻ്റെ പിന്തുണ തന്നെയാണ് ഉള്ളത്. കാരണം കർശനമായ നടപടിയിലേക്ക് ഇനിയും പോകുന്നതിന് വേണ്ടി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇല്ല, അതിപ്പോൾ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ പറയാൻ പറ്റുള്ളൂ. അത് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വ്യക്തിപരമായ കാര്യമാണെങ്കിൽ തന്നെയും ഇത് പൊതു കാര്യമായി മാറുന്നത് അയാൾ നിയമസഭാ അംഗം എന്നുള്ള നിലയിലുള്ള പ്രശ്നവും ഒരു യുവജന സംഘടനയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും സമുന്നത നേതാവ് എന്നുള്ള നിലയിൽ വരുമ്പോഴാണ് ഇത് പൊതു പ്രശ്നമായി മാറുന്നത്. എന്തുകൊണ്ട് ഇത്രയും ബഹളം ഉണ്ടായിട്ടും ഇത്രയും പ്രതിഷേധം വന്നിട്ടും കോൺഗ്രസ് ഇതിൽ ഒരു മെല്ലപ്പോക്ക് നയം എടുക്കുന്നു, ഒരു സൗഹാർദ്ദപരമായ നയം എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസിൻ്റെ മുഖമാണല്ലോ ഇയാൾ. ഇപ്പോൾ
ഇത് ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നെങ്കിൽ ചില മാധ്യമങ്ങൾ എന്തായിരുന്നു? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.